ഫുഡ് പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബോളി ചെന്ന പക്കോടയാണ്. എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ നാടൻ സ്റ്റൈലിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ 100 ഗ്രാം ചെന്ന എടുത്തിട്ടുണ്ട്. ഇത് 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതാണ് നമ്മൾ ഇന്ന് പക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി നമ്മൾ 100 ഗ്രാം ബേസൻ അതായത് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 50 ഗ്രാം മൈദ, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കളറിന് ആവശ്യത്തിനുമായി മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായി നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പക്കോട ഫ്രൈ ചെയ്യാൻ നേരത്ത് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ചൊളയുടെ വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്, 2 പൊളന്ന്. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ 2 പീസ് ഡ്രൈ ചില്ലി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെന്ന പക്കോടയ്ക്ക് വേണ്ടി ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുള്ള കളറിന് ആവശ്യമായിട്ട് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ മുളക് പൊടി. ഞാൻ നേരത്തെ വീഡിയോ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കായപ്പൊടി മെയിനാണ്, ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. അത് ഞാൻ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് നോക്കിയിട്ടാൽ മതി ഉപ്പ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുകയാണ്. നമ്മൾ 100 ഗ്രാം ബേസൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. $50 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇവനെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസ് ആവാനും പാടില്ല. നമ്മൾ നല്ല ടൈറ്റായി കുഴച്ച് വെക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കട്ടയൊക്കെ ഉടച്ച് നല്ല പരുവത്തിലാക്കി എടുക്കാം. ഈ പരുവത്തിലായിരിക്കണം മാവിരിക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് ചെന്നയും കൂടി ആഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന് നമുക്കൊരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ പിടിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മാവും കടലയും 2ആയി പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓരോന്നോരോന്നായി പിടിച്ചിട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. വെള്ളക്കടല ഇല്ലെങ്കിൽ നമ്മൾ കറുത്ത കടല വെച്ചാലും ചെയ്യാം. വെള്ളക്കടലയാണെങ്കിലാണ് ഇച്ചിരിയുടെ രുചിയും കിട്ടിക്കോളും. നല്ല മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും, ലേശം ചാറ്റ് മസാല, പൊടിക്ക് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് പാകം ചെയ്ത കാബോളി ചെന്ന പക്കോട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിബി.